പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദൈവം വെളിച്ചത്തെയും ഇരുട്ടിനെയും വേർതിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി 1:4 വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചത്തെയും ഇരുട്ടിനെയും വേർതിരിച്ചു. ഉൽപ്പത്തി 1 നാം ഒരു അത്ഭുതകരമായ ക്രമം കാണുന്നു. ആദ്യം ഭൂമി പാഴായും ശൂന്യവുമായിരുന്നു, ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു. പിന്നീട് ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. എന്നാൽ ഉൽപ്പത്തി 1:4 ദൈവം മറ്റൊരു പ്രധാന കാര്യം ചെയ്യുന്നു. ദൈവം വെളിച്ചത്തെയും ഇരുട്ടിനെയും വേർതിരിച്ചു. സഭയെ, ദൈവം വെളിച്ചം കൊണ്ട് വരുന്നത് മാത്രമല്ല ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേർതിരിവും കൊണ്ടുവരുന്നു. കാരണം എല്ലാം ഒരുമിച്ച് നിലനിൽക്കാൻ കഴിയില്ല. വെളിച്ചവും ഇരുട്ടും ഒരേ വഴിയിൽ നടക്കാനും കഴിയില്ല. ദൈവം നിങ്ങളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ ചില പഴയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കേണ്ടി വരും. അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യം, വെളിച്ചം വന്നാൽ വേർതിരിവ് സംഭവിക്കും. എങ്ങനെയെന്നാൽ, ദൈവം ആദ്യം വെളിച്ചം സൃഷ്ടിച്ചു, പിന്നീട് വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചു. ഇതിൽ ഒരു ആത്മീയ സന്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം വരുമ്പോൾ മുൻപ് സാധാരണമായി തോന്നിയ ചില കാര്യങ്ങൾ ഇനി സാധാരണയായി തോന്നില്ല. മുമ്പ് നിങ്ങൾ നടന്ന വഴിയിൽ ഇനി നടക്കാനും കഴിയില്ല. മുമ്പ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്യാനും മനസ്സനുവദിക്കില്ല. കാരണം വെളിച്ചം വന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറി? എന്തുകൊണ്ട് ചില ആളുകൾ എന്നിൽ നിന്ന് അകന്നുപോയി? എന്തുകൊണ്ട് ചില വാതിലുകൾ അടഞ്ഞു? എല്ലാ വേർപാടുകളും ദൈവത്തിൽ നിന്നാണെന്ന് പറയാനുമാകില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ മുന്നോട്ട് നയിക്കാനായി പഴയ കാര്യങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് നഷ്ടം പോലെ തോന്നുന്നത് അത് ദൈവത്തിന്റെ സംരക്ഷണമാകാം. രണ്ടാമത്തെ കാര്യം, ദൈവം നല്ലതെന്താണെന്നറിയുന്നു. വചനം പറയുന്നു, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. നമ്മൾ എല്ലായ്പ്പോഴും നല്ലതും മോശവും തിരിച്ചറിയുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ നന്മയ്ക്ക് നല്ലതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് നാം കരയും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നാം പറയും, ദൈവമേ, അതെന്റെ ജീവിതത്തിൽ നിന്ന് പോയത് നല്ലതായിരുന്നു. ദൈവം ഇന്നത്തെ ദിവസം മാത്രമല്ല കാണുന്നത്, അവിടുന്ന് നിങ്ങളുടെ നാളെയും കാണുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു ചെറിയ ഭാഗം മാത്രം, പക്ഷേ ദൈവം മുഴുവൻ ചിത്രം കാണുന്നു. അതുകൊണ്ട് ദൈവം എന്തെങ്കിലും മാറ്റം അനുവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തപ്പോഴും അവിടുത്തെ ജ്ഞാനത്തിൽ വിശ്വസിക്കാൻ പഠിക്കണം. മൂന്നാമതായി, എല്ലാ ബന്ധങ്ങളും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകില്ല. ദൈവജനമേ, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാവരും നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങളോടൊപ്പം നടക്കണമെന്നില്ല. ചിലർ ഒരു കാലഘട്ടത്തിനായി വരുന്നു, ചിലർ ഒരു പാഠം പഠിപ്പിക്കുന്നു, ചിലർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ചിലർ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പാഠം പഠിപ്പിച്ചേക്കാം. എന്നാൽ ദൈവം നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അവിടെ നിറയുന്നു. അതിനാൽ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളെയും വെറുപ്പോടെയും കോപത്തോടെയും കാണരുത്. ചിലപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ പിന്നിൽ കിടക്കുന്ന കാര്യങ്ങളെ വിട്ടുപോകണം. ദൈവം നിങ്ങളെ മുന്നോട്ട് വിളിക്കുമ്പോൾ പഴയ ഇരുട്ടിലേക്ക് തിരിഞ്ഞു നോക്കരുത്. അടുത്ത നാലാമതായിട്ട്, വെളിച്ചവും ഇരുട്ടും തമ്മിൽ കലരരുത്. ദൈവം അവയെ വേർതിരിച്ചു. ഇത് നമുക്കൊരു വലിയ ആത്മീയ പാഠം നൽകുന്നു. ക്രിസ്തു നമ്മെ വെളിച്ചത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. അതിനാൽ പഴയ ജീവിതത്തിലെ ഇരുട്ടിനെ വീണ്ടും പിടിച്ചു നിർത്തരുത്. ദൈവം നിങ്ങളെ എന്തിൽ നിന്നാണ് വിടുവിച്ചത് എന്ന് ഓർക്കുക. നിങ്ങൾ ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നാൽ വീണ്ടും അതിലേക്ക് മടങ്ങുന്നതെന്തിന്? വെളിച്ചം ലഭിച്ച ഒരാൾ വീണ്ടും ഇരുട്ടിനെ തിരഞ്ഞെടുക്കരുത്.
പഴയ ബന്ധനങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ ബന്ധനത്തിലേക്ക് പോകരുത്. ദൈവം ഒരു വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത് ബലമായി വീണ്ടും തുറക്കാൻ ശ്രമിക്കരുത്. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന സ്ഥലത്തേക്ക് വീണ്ടും മടങ്ങിപ്പോകരുത്. അഞ്ചാമതായിട്ട്, വേർതിരിവ് വേദനാജനകമായിരിക്കാം, പക്ഷേ അതിനൊരു ലക്ഷ്യമുണ്ട്. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ അത് വേദനാജനകമായിരിക്കും. ഒരു പഴയ ശീലം ഉപേക്ഷിക്കുന്നത് എളുപ്പമല്ലല്ലോ. ചില ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എളുപ്പമല്ല. പഴയ ജീവിത രീതികൾ ഉപേക്ഷിക്കുന്നതും എളുപ്പമല്ല. എന്നാൽ ഓർക്കുക, എല്ലാ മാറ്റങ്ങളും ശിക്ഷയല്ല. ചില മാറ്റങ്ങൾ വളർച്ചയുടെ ഭാഗമാണ്. ഒരു കുട്ടി വളരുമ്പോൾ പഴയ വസ്ത്രങ്ങൾ ചെറുതാകും. അത് വസ്ത്രത്തിന്റെ തെറ്റല്ല, കുട്ടി വളർന്നത് കൊണ്ടാണ്. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി യോജിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വളരുകയാണ്. ദൈവം നിങ്ങളെ പുതിയൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ വിട്ടുപോകാൻ ഭയപ്പെടരുത്. ആറാമതായിട്ട് പറയുന്നു, ദൈവം നിങ്ങളെ വെളിച്ചത്തിൽ നടക്കാൻ വിളിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഇപ്പോഴും പഴയ ഇരുട്ടിനെ പിടിച്ചു നിൽക്കുകയാണോ? അതോ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഒരു സ്ഥലത്തേക്ക് വീണ്ടും പോകുകയാണോ ചെയ്യുന്നത്? ദൈവം നിങ്ങളെ മോചിപ്പിച്ച ഒരു ബന്ധനത്തെ വീണ്ടും പിടിച്ചിരിക്കുകയാണോ? അതോ ഇന്ന് ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ നിന്നെ വെളിച്ചത്തിനായി വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഇരുട്ടിൽ അവസാനിക്കേണ്ടതല്ല. നിങ്ങളുടെ ഭാവി നിരാശയിൽ അവസാനിക്കേണ്ടതുമല്ല. നിങ്ങൾ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കേണ്ടുന്നവരാണ്. വെളിച്ചം വന്നിരിക്കുന്നു. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുമോ അതോ വീണ്ടും ഇരുട്ടിലേക്ക് തിരികെ പോകുമോ? പ്രിയ ദൈവമക്കളെ, 31-ാം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ്: ദൈവം വെളിച്ചം കൊണ്ടുവരുന്നു. ദൈവം നല്ലത് തിരിച്ചറിയുന്നു. ദൈവം വെളിച്ചത്തെയും ഇരുട്ടിനെയും വേർതിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേർപാട് സംഭവിച്ചിട്ടുണ്ടാകാം. ഒരു വാതിൽ അടഞ്ഞിരിക്കാം. ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കാം. നിരാശപ്പെടുന്നതിന് മുൻപ് ദൈവത്തോട് ചോദിക്കൂ: കർത്താവേ, ഈ മാറ്റത്തിലൂടെ നീ എന്നെ എവിടേക്കാണ് നയിക്കുന്നത്? കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായി തോന്നുന്നത് ദൈവം നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു പുതിയ തുടക്കമായിരിക്കും. അവസാനമായി ഇത് ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിങ്ങളെ: ദൈവം നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വേർതിരിക്കുമ്പോൾ വീണ്ടും ഇരുട്ടിലേക്ക് തിരിച്ചു പോകരുത്. ദൈവം നിങ്ങളെ വെളിച്ചത്തിനായി വേർതിരിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് പറയാം ഒരുമിച്ച്, പ്രിയ ദൈവമക്കളെ: കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടിൽ നിന്നും എന്നെ വേർതിരിക്കണമേ. നിന്റെ വെളിച്ചത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.